മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സീലിംഗ് റോസിൻ്റെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ചെറിയ കാര്യമാണേലും പക്ഷേ ഇവിടുത്തെ കണക്ഷനൊരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെൻഡൻറ്റ് ഹോൾഡറൊക്കെ സീലിംഗ് റോസിൽ നിന്ന് വരുന്ന പെൻഡൻറ്റ് ഹോൾഡറൊക്കെ സെയിം തന്നെയാണ്. എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. മറ്റേ സീലിംഗ് റോസിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം, അതിൻ്റെ ഉള്ളിൽ വരുന്ന കണക്ഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ആ വ്യത്യാസം നമുക്ക് ഊരി നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കണക്ഷൻസുകൾ ഒരു സീലിംഗ് റോസിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഡ്രോയിങ് കാണിച്ചുതരാം. ഈ ഒരു ഡ്രോയിങ് രീതിയിലാണ് ഇവിടുത്തെ വയറിംഗ് സിസ്റ്റത്തിൽ സീലിംഗ് റോസിൻ്റെ കണക്ഷൻ വരുന്നത്. സർക്യൂട്ടുകളെല്ലാം സീലിംഗ് റോസിൽ ലൂപ്പായി പോകുന്ന ഒരു രീതിയാണ്. ഈ ഒരു ഡ്രോയിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. ഒരു സർക്യൂട്ട് വന്നു, പിന്നെ മറ്റ് നടുക്കുള്ള ആ റെഡ് എല്ലാം വരുന്നത് ഇതിൻ്റെ ഇപ്പോൾ നടുക്ക് കാണുന്ന റെഡ് വയറെല്ലാം സർക്യൂട്ടുകളാണ് വരുന്നത്. പിന്നെ അപ്പുറേ ബ്ലൂ ആയിട്ട് വരുന്നത് ന്യൂട്രലും ഇപ്പുറം വരുന്നത് അതിൻ്റെ കൺട്രോൾ ലൈനുമാണ് വരുന്നത്. കണ്ടോ, ഇതെല്ലാം ഇപ്പോൾ ഇവിടെ കാണാൻ 4 വരുന്ന എല്ലാം സർക്യൂട്ടാണ് വരുന്നത്. സ്വിച്ചിലേക്ക് വരുന്നതും ഈ ലൈനിൻ്റെ നേരെ ഒരു ലൈൻ എടുത്തിട്ട് നേരെ നമ്മൾ സ്വിച്ചിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഔട്ട് നേരെ സീലിംഗ് റോസിലേക്ക് വന്ന് കൊടുക്കുക. ഇത് കണ്ടില്ല, ഇത് നോക്കുക, കണ്ടോ, ലൈനെല്ലാം വന്ന് നിൽക്കുകയാണ്. സീലിംഗ് റോസിൻ്റെ നടുക്കത്തെ ടെർമിനലിലേക്ക് വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ സീലിംഗ് റോസിന് വ്യത്യാസമുണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം. എല്ലാവരും സംഭവമാണ്. പിന്നെ എല്ലാവരും 3 കോർ വയർ 1.5 3 കോർ വയർ ഇട്ടിട്ടാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാം 3 കോർ വയറാണ്. അപ്പോൾ നടുക്ക് വരുന്നത് സർക്യൂട്ടുകളും, ഇത് സർക്യൂട്ട്, ഈ കാണുന്നത് ലൈനാണ്, സ്വിച്ചിൻ്റെ ഔട്ട്. കണ്ടോ, ഇവിടെ ഒരു സ്ലീവ് കണ്ടോ, സ്വിച്ചിൻ്റെ ഔട്ട് വരുന്നതിനാണ് അവരിങ്ങനെ ഒരു സ്ലീവ് കൊടുത്തിരിക്കുന്നത്, ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് സ്വിച്ചിൽ നിന്ന് വരുന്ന കൺട്രോളാണ് ആ വരുന്നത്. പിന്നെ ന്യൂട്രലാണ് ഇങ്ങനെ കാണുന്ന ആ ബ്ലൂ വയറുകളെല്ലാം ന്യൂട്രലാണ്. അതാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ഒരു കണക്ഷനിൽ നമ്മളെന്തായാലും സർക്യൂട്ടുകളൊന്നും വന്ന് നമ്മൾ സീലിംഗ് റോസിൽ കയറ്റത്തില്ല. ഇവിടെ മൊത്തം ജോയിൻ്റ് പരിപാടിയാണ്, ലൂപ്പാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ 3 കോർ വയറിട്ടാണ് ഇവർ മൊത്തം വയറിങ് ചെയ്യുന്നത്. 3 കോർ വയറിൽ എർത്ത് കാര്യങ്ങൾ, എർത്തും ന്യൂട്രൽ ഫേസ്, അങ്ങനെ ഈ ലൈൻ ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കണക്ഷനുകൾ മാത്രമാണ് നമ്മൾ ഓരോ സീലിംഗ് റോസിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇത് ന്യൂട്രൽ, അവിടുന്ന് നേരെ ഹോൾഡറിലേക്ക് താഴേക്ക് ഇറങ്ങുകയാണ്. 2 സൈഡിൽ നിന്നും കൺട്രോളായിട്ട് താഴേക്ക് ഇറങ്ങി നേരെ ബൾബിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് സീലിംഗ് റോസിൻ്റെ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയൊക്കെയാണ് നോക്കാം, നമുക്ക് എത്ര വോൾട്ടാണ് വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബ്ലൂ വയറിലാണ് നമ്മളൊന്ന് കൊടുക്കുന്നത്. ഇങ്ങേ സൈഡിൽ നിന്ന് അടുത്ത് നടുക്കത്തെ ലൈനൊക്കെ കൊടുക്കുന്നുണ്ട്. ലൈൻ വന്ന് നിൽക്കുകയാണ് എല്ലാത്തിലും, ഈ 3 ലൈൻ വന്ന് നിൽക്കുകയാണ്. ഓക്കെ. പിന്നെ ഏറ്റവും എൻഡിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൾബിലേക്ക് വരുന്നത്, സ്വിച്ച് ഇട്ടാൽ മാത്രമേ അത് കത്തത്തുള്ളൂ, നടുക്ക്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം 220 വോൾട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.